സമീപകാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായത്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും. ജനുവരി 31-നാണ് ഹേമന്ത് സോറനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED അറസ്റ്റ് ചെയ്തത്. ഭൂമി അഴിമതി കേസിലായിരുന്നു നടപടി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും EDയാണ്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. 2 മുഖ്യമന്ത്രിമാർ അഴിമതി കേസിൽ അറസ്റ്റിലായി എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി രംഗത്ത് വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. സ്ഥാപകനാണ് കെജ്രിവാൾ. അദ്ദേഹം അഴിമതി കേസിൽ അറസ്റ്റിലായി എന്നത് ആശ്ചര്യകരമാണ്. കഴിഞ്ഞ ദിവസം ഇതേ കേസിൽ തെലങ്കാനയിലെ BRS നേതാവ് K കവിതയെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിപ്പോൾ EDയുടെ കസ്റ്റഡിയിൽ തുടരുകയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അഴിമതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയും ഡൽഹി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത അതേ അരവിന്ദ് കെജ്രിവാളിനെ ആണ് 100 കോടിയുടെ അഴിമതി കേസിൽ ED ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ് EDയുടെ ഈ തിരക്കിട്ട നീക്കമെന്നും ശ്രദ്ധേയം. ഈ കേസ് രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണെന്നാണ് ആപ്പ് ആരോപിക്കുന്നത്. എന്തിനാണ് ഡൽഹി മുഖ്യമന്ത്രിയെ രായ്ക്ക് രാമായണം ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ വസ്തുത എന്താണ്? മദ്യനയ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ 9 തവണ അരവിന്ദ് കെജ്രിവാളിന് ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല. കേസിൽ തൻ്റെ അറസ്റ്റ് തടയണമെന്നുള്ള കെജ്രിവാളിൻ്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് EDയുടെ അറസ്റ്റ് നീക്കം. 2021-22 ഡൽഹി മദ്യനയം തയ്യാറാക്കുന്നതിൽ കോടികളുടെ അഴിമതി നടന്നു എന്നതാണ് കേസ്. ഈ കേസിലെ പ്രധാന സൂത്രധാരനാണ് കെജ്രിവാൾ എന്നാണ് ED ആരോപിക്കുന്നത്. ചില്ലറ മദ്യവിൽപ്പന മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്കുള്ള വഴിയൊരുക്കുന്ന മദ്യനയം രൂപീകരിക്കുന്നതിനായി BRS നേതാവ് K കവിത, ആപ്പ് നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് എന്നിവരുമായി ചേർന്ന് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ED പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ലോബിക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ മദ്യനയം രൂപീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗൂഢാലോചന എന്നും ED പറയുന്നുണ്ട്. സൗത്ത് ലോബിയെന്നും ED വിശേഷിപ്പിക്കുന്ന ഈ ലോബി ആം ആദ്മി പാർട്ടിക്ക് 100 കോടി നൽകാനായിരുന്നു ധാരണയെന്നും ED ആരോപിക്കുന്നുണ്ട്. കേസിലെ ചില പ്രതികളും സാക്ഷികളും നൽകിയ മൊഴികളിൽ കെജ്രിവാളിൻ്റെ പേരുണ്ട്. റിമാൻഡ് നോട്ടീസിലും കുറ്റപത്രങ്ങളിലും ED ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യനയ കേസിലെ പ്രതികളിൽ ഒരാളായ വിജയ് നായർ കെജ്രിവാളിൻ്റെ ഓഫീസിലെ നിത്യസന്ദർശകനായിരുന്നു. മദ്യനയം സംബന്ധിച്ച് കെജ്രിവാളുമായി ചർച്ച നടത്തിയെന്ന് വിജയ് നായർ സ്വകാര്യ മദ്യ വ്യാപാരികളോട് പറഞ്ഞിരുന്നു. സ്പിരിറ്റ് ഉടമയായ സമീർ മഹേന്ദുവിന് കെജ്രിവാളുമായി കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് വിജയ് നായരാണ്. ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരുവരും തമ്മിൽ വീഡിയോ കോളിന് വിജയ് നായർ സൗകര്യമൊരുക്കി. തൻ്റെ വിശ്വസ്തനായ കുട്ടിയാണ് വിജയ് നായരെന്ന് കെജ്രിവാൾ ഈ കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മദ്യനയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൻ്റെ അച്ഛനും YSR കോൺഗ്രസ് MPയുമായ നേതാവ് കെജ്രിവാളിനെ കണ്ടിരുന്നുവെന്ന് രാഘവ് മകുന്ദ പറഞ്ഞിരുന്നു. ED ആരോപിക്കുന്ന സൗത്ത് ലോബിയിൽ ഉൾപ്പെട്ട ആരോപണ വിധേയനും നിലവിൽ കേസിലെ സാക്ഷിയുമാണ് രാഘവ്. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ മുൻ സെക്രട്ടറിയും കേസിൽ നിർണായക മൊഴി നൽകിയിട്ടുണ്ട്. 2021 മാർച്ചിൽ മദ്യനയം സംബന്ധിച്ച് മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ട് സിസോദിയയിൽ നിന്ന് തനിക്ക് ലഭിച്ചുവെന്നാണ് അരവിന്ദിൻ്റെ മൊഴി. സിസോദിയ വിളിച്ചതിനെ തുടർന്ന് താൻ കെജ്രിവാളിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആ രേഖയും സത്യേന്ദ്ര ജെയിനും ഉണ്ടായിരുന്നു. മന്ത്രിതല സമിതിയുടെ യോഗത്തിൽ അത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ലാതിരുന്നത് കൊണ്ട് റിപ്പോർട്ട് കണ്ട് താൻ അമ്പരന്നു. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സിസോദിയ തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് അരവിന്ദ് ആരോപിക്കുന്നത്.